അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടിയിൽ വന്നു. നമ്മളിനി ലാർഗി വാട്ടർഫോൾ കാണാനായിട്ട് പോവുകയാണ്. അത് ഇവിടുന്ന് ഒരു എത്രയാ 1/2 മണിക്കൂർ ഡ്രൈവ് ഇനിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ലാർഗി വാട്ടർഫോൾ കാണാം. നമ്മൾ വരുന്ന വഴിക്ക് കിൽബക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ പാസ് ചെയ്തപ്പം ഇവിടെ വലിയ വലിയ ഷിപ്പ് ഇവിടെ ഇതിൻ്റെ അടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം നമ്മളത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഷിപ്പ് പാർക്ക് ചെയ്തതല്ല, ഷിപ്പ് ഡോക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ ഇവർ പറയുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. ഇവിടെ ഇതൊരു ഷിപ്പാണ്. ഇവിടെ അത്യാവശ്യം ഡീപ്പാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് ഇത്ര അടുക്കത്തില്ല ഇവിടെ. എവിടെ നമുക്ക് 2.4 അതെനിക്ക് വന്ന ഫീറ്റ് ആയിരിക്കും. അത് ഡെപ്ത് ആയിരിക്കും വെള്ളം. ഇത്രയും ഡെപ്ത് ഉണ്ട്. 2 ഫീറ്റിന് വേറെ രണ്ടെണ്ണം ഷിപ്പ് അടുത്തടുത്ത്. ഓ, ഇതിന്റെ ഭയങ്കര സൈസല്ലേ ഇത്. പക്ഷെ നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇത് ഭയങ്കര സൈസാണ് ഈ ഷിപ്പ്. 0.5 ഫോട്ടോ എടുത്ത് തരാൻ തരൂ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഷിപ്പ് ഡോക്ക് ചെയ്തിട്ടുണ്ട്. ആ സൈഡിലുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. എന്തിനു വേണ്ടി? ഫിഷിംഗ് അല്ലെങ്കിൽ ഓയിൽ അങ്ങനത്തെ എന്തെങ്കിലും. ആ ഓക്കെ, കുറെ എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ അതില്. ഇത് എന്തിനുള്ള മെഷീൻ ആയിരിക്കും? പക്ഷെ ഇത് കണ്ടിട്ട് ഫിഷിങ്ങിന്റെ ആണെന്ന് തോന്നണില്ല. വേറെ എന്തോ ഒരു പർപ്പസിനുള്ളതാ, എന്താണെന്നറിയത്തില്ല. ഉണ്ട് ഇവിടെ വേറെ ഒരെണ്ണം. ഇവിടെ കുറെ ഉണ്ടല്ലേ. ഒരു ഹാർലി ഡേവിഡ്സന്റെ ബൈക്ക് അടിപൊളിയല്ലേ. ഒരു സീറ്റേ ഉള്ളൂ. ഡിസ്പ്ലേക്ക് വെച്ചേക്കണോ എന്താണെന്ന് അറിയത്തില്ല. കാരണം ഒന്നിലും നമ്പർ പ്ലേറ്റും ഇല്ല, ഒന്നുമില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഫോട്ടോ എടുക്കണം ഇതിൻ്റെ. ഇതൊക്കെ ഫിഷിങ്ങിന് പോകുന്നതാണെന്നാണ് ഇതിലെ ഒരു അപ്പച്ചൻ പോയപ്പോൾ ഞങ്ങൾ ചോദിച്ചായിരുന്നു. ഇത് നേരെ ഇവർ ഇവിടെ നിന്ന് പോയി ചിലപ്പോൾ സ്കോട്ട്ലാൻഡ്, നോർവേ, ചിലപ്പോൾ അവിടെ പോയി ഡോക്ക് ചെയ്യും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ വന്ന് ഡോക്ക് ചെയ്യും. എന്തായാലും ഇതൊക്കെ ഫിഷിങ്ങിന് പോകുന്നതാണ്. കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ബാക്ക് ടു കാർ. എവിടെ നമ്മൾ കാർ പാർക്ക് ചെയ്തത്? അപ്പം ഇവർ ഈ ബോട്ടിൽ പോയിട്ട് ഫിഷിങ് ചെയ്തിട്ട് ഇഷ്ടംപോലെ ഫിഷുമായിട്ട് എല്ലാവരും തിരിച്ചു വന്നു. എന്താ പുള്ളിയുടെ ആ കൂടിനകത്ത് നിറയെ ഫിഷ്. ഇതെല്ലാം നമ്മുടെ വഴിക്ക് തന്നെ പോകുന്ന വഴിക്ക് തന്നെയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ വണ്ടി നിർത്തി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. സോണിച്ചേട്ടൻ ഇവിടെ ഗേറ്റ് ചാടാൻ നോക്കുന്നു. നിങ്ങൾ ഈ വ്യൂ ഉണ്ടോ? അടിപൊളി വ്യൂ. അയ്യോ, അത് ഞങ്ങള് വരുന്ന വഴി ഇത് ലെഫ്റ്റിലേക്ക് ഒരു ബീച്ച് എന്ന് പറഞ്ഞൊരു ആരോമാർക്കം ഉണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് കൂട്ടറിനടുത്ത് ഇത് കാണാൻ വേണ്ടി വന്നതാണ്. ഒരു അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ഇതുപോലത്തെ ഒരു വ്യൂ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കിടിലം. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം. നമ്മൾ അന്ന് പോയപ്പോഴേ സെയിം വ്യൂ ഉണ്ടായിരുന്നു. അവിടെ നല്ല കാറ്റായിരുന്നു. ഇവിടെ ഒരു കാറ്റൊന്നുമില്ല. നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ. ഇവിടെയും ഫിഷിങ്ങിന് പറ്റുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ബാർബിക്യൂ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ അവിടെ. ഇപ്പുറത്തെ ആൾക്കാർ ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. അവരവിടെ
അവിടെ പോയി ഫിഷിംഗ് ഒക്കെ ചെയ്തിട്ട് അവിടെ വന്നിട്ട് ബാർബിക്യൂ ആക്കുന്നതാണെന്ന് തോന്നുന്നു. വലിയ വേവ്സ് ഒന്നുമില്ല ഇവിടെ, പക്ഷേ നമുക്ക് നടക്കാൻ വേണമെങ്കിൽ. ഇന്ന് ഇപ്പം നല്ല വെതറാണ്. രാവിലെയൊക്കെ മഴയായിരുന്നു, ഇപ്പം വെതർ കുറച്ച് നന്നായിട്ടുണ്ട്. ഇപ്പോൾ സണ്ണിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ നടക്കുമ്പോഴും അങ്ങനെ നമ്മുടെ കാലിൽ ഒത്തിരി മണലൊന്നും ആകുന്നില്ല, കാരണം അത്യാവശ്യം ഇവിടെയൊക്കെ നല്ല സ്ട്രോങ് ആണ്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കയറി ഇങ്ങോട്ട് വരുമായിരിക്കും. അങ്ങോട്ട് വലിയ ആഴയില്ലെന്ന് തോന്നുന്നു. ഇതിലങ്ങ് കയറിയിട്ട് അവിടെ അതിൻ്റെ മേളിൽ കയറി ഇരിക്കണം, നല്ല ഫോട്ടോയും കിട്ടും. ഇത് ശരിക്കും നോർത്ത് അറ്റ്ലാന്റിക് ഓഷനാണ്. അപ്പം ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടുണ്ടോ. ഞങ്ങളിങ്ങനെ നിർത്തി എന്തൊക്കെ കാഴ്ചകളുണ്ട് അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഷീപ്പ് എന്തൊക്കെ ആയാലും ഡോണകൾ നല്ല അടിപൊളി കൗണ്ടിയാണ്. നമ്മൾ നേരത്തെ ബീച്ചിൽ ഇറങ്ങിയത് അവിടെയാണ്. നമ്മളിവിടെ ലാർഗി വാട്ടർഫോൾ വന്ന ഇവിടെ നമ്മൾ ഇവിടുത്തെ ഒരു ഷോപ്പ് ആളോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇപ്പം വേലിയിറക്കമാണ്, അപ്പം ഇപ്പം അവിടെ പോയിട്ട് കാര്യമില്ല. അല്ല എന്താ പറഞ്ഞു, നാളെ രാവിലെ തിരിച്ചു വരുമ്പോൾ കാണാമല്ലോ. ഓക്കെ, പറ്റുവാണെങ്കിൽ നടക്കണം, നടന്നിട്ട് കാര്യമില്ല, കാണാനും പറ്റത്തില്ല. അതെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇതിപ്പോൾ സ്കിപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്തിന്റെ പേരാണ് സ്ലീലി ക്ലിഫ്. അങ്ങോട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവാം. ഓക്കെ, ഇത് റിവർ ഗ്ലെൻ എന്ന് പറഞ്ഞ ഒരു റിവറാണിത്. ഫിഷിങ്ങിനായിട്ട് ഇവിടെ ധാരാളം ആൾക്കാർ വരാറുണ്ട്. കൂടുതലായിട്ട് ഇവിടെ സാൽമൺ അല്ലെങ്കിൽ ട്രൗട്ട് കിട്ടാറുണ്ടെന്നാണ് കേൾക്കുന്നത്. അത്യാവശ്യം നല്ല ഒഴുക്കുള്ളൊരു റിവറാണ്. ഈ റിവറിൻ്റെ കളർ കണ്ടോ, നമ്മുടെ കൊക്കക്കോളയുടെ ഒക്കെ കളർ പോലെയില്ലേ. പണ്ട് കാലത്ത് കൃഷിക്ക് വേണ്ടിയിട്ട് ഈ റിവറിൽ നിന്നാണ് വെള്ളം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പണ്ട് ഈ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. ചെറിയ ചെറിയ ബോട്ടുകൾ, റാഫ്റ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ കുറേ പേര് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫിഷിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ മെയിനായിട്ട് സാൽമണാണ് ഇവിടെ നിന്ന് സാധാരണ കിട്ടാറുള്ളത്. പക്ഷേ ഇതുപോലുള്ള റിവറിലൊക്കെ നമുക്ക് ഫിഷിങ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. ഇവിടെ ചുമ്മാ അങ്ങനെ നമുക്ക് ഫിഷ് ചെയ്യാൻ പറ്റത്തില്ല. സീലൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ലൈസൻസ് ഇല്ലെങ്കിലും നമുക്ക് ഫിഷിങ് ചെയ്യാം. ഇതാണ് സ്ലീവിലേക്ക് വിസിറ്റർ സെൻറ്റർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വണ്ടി ഇട്ടിട്ട് ക്ലിഫിലേക്ക് വാക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് 15 മിനിറ്റ്സ് വാക്ക് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പം അവിടെ പാർക്കിംഗ് ഉണ്ട്. അവിടെ 5 €ആണ് 2 hours-ന്. അവിടെ പാർക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ 20 മിനിറ്റ്സ് വാക്കിങ്ങേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് തൊട്ടപ്പുറത്തുള്ള പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. നമ്മളങ്ങനെ ക്ലിഫിൻ്റെ താഴെ പാർക്ക് ചെയ്തു. പാർക്കിങ്ങിൻ്റെ പേയ്മെൻറ്റൊക്കെ ചെയ്തു. ഇനി അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ കാറിൻ്റെ ഡാഷ്ബോർഡിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 €ആണ് നമുക്ക് 2 മണിക്കൂറത്തേക്ക് ആകുന്നത്. നമുക്ക് ഇവിടെ കൊണ്ടുണ്ടായിരുന്നു സൂര്യൻ. അതെ, സൂര്യൻ നമുക്ക് വേണ്ടി ഇത്ര നേരം എവിടെയായിരുന്നു.
നല്ല കയറ്റാ. ഞങ്ങൾ സ്കോട്ട്ലാൻഡ് എത്തി. 20 മിനിറ്റ് ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ സ്കോട്ട്ലാൻഡ് ഒരു വഴിക്കും. അതെ, സ്കോട്ട്ലാൻഡ്. ആ ശരിയല്ലേ, വെള്ളം ഒഴുകുന്ന സൗണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. അങ്ങനെ നോക്കി കാണാൻ പറ്റും. ഇതിൽ വെള്ളം ഒഴുകുന്നുണ്ട്. അയ്യോ, നല്ല കാറ്റാണല്ലോ. ഇത് നമുക്ക് 20 മിനിറ്റ്സിൽ എത്തത്തില്ല, നമ്മൾ 30 മിനിറ്റ്സ് എങ്കിലും എടുക്കും. തിരിച്ചിറങ്ങാൻ നേരത്ത് കിടന്നാലോ, തിരിച്ചിറങ്ങാൻ നേരത്ത് ഇങ്ങനെ കിടന്നാലോ, ഉരുണ്ടുരുണ്ട് പോകും. അതാ മുകളിൽ ലോബ്സ്റ്റർ റോൾ വെക്കുന്നത്. നേരത്തെ പറഞ്ഞില്ല വെള്ളം ഒഴുകുന്നത്, അത് അവിടത്തേക്ക് ഈ റോഡിൻ്റെ അടിവഴി ഇങ്ങനെ പോയി അവിടെ വരുന്നത്. നോക്ക്, നിങ്ങൾ ഇവിടുത്തെ നേച്ചർ നോക്കൂ. അയ്യോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നെ പിക്ക് ചെയ്താൽ മതി. എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോവോ? ആ, നമ്മൾ ജൈൻകോസ പോയപ്പോൾ ബസ് എടുത്ത് പോയത്. അത്യാവശ്യം കയറ്റം കഴിഞ്ഞാൽ ഇപ്പം ഇനി അങ്ങോട്ട് കുറച്ച് ഇറക്കാം. പക്ഷെ തിരിച്ചു വരുമ്പോൾ വീണ്ടും ആ ഇറക്കം കയറ്റമായി മാറുമല്ലോ. അത്ര നേരം ഇത്രയും കാറ്റില്ലായിരുന്നു, വീണ്ടും ഇപ്പം കാറ്റ് തുടങ്ങി. നേരത്തെ കണ്ട പോലത്തെ വാട്ടർഫോൾ അതിൻ്റെ ആണെന്ന് അറിയത്തില്ല. ഇവിടെ ഫോട്ടോ സെക്ഷനാണ്, ഫോട്ടോ സെക്ഷൻ. ഇനി ഇത് മുഴുവൻ തിരിച്ചു നടക്കണം. അവിടെ നിന്ന് അങ്ങനെ പോയി അത് മുഴുവൻ കയറാം. എൻ്റെ പൊന്നോ, എന്തൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബ്യൂട്ടി അത് അപാരം. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു മെയിൻ ഡെസ്റ്റിനേഷനാണ് ഇവിടെ. സീ ലെവലിൽ നിന്ന് 600 മീറ്റർ ഉയരത്തിലാണ് ഈ ക്ലിഫ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇങ്ങനെ പോയി നല്ല കയറി കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. മലമുകളിൽ അവിടെ മാത്രം വെയിൽ വന്നിരിക്കുന്നത്, വേറെ എങ്ങും വെയിലില്ല, ആ ഒരു ഏരിയ മാത്രം. ഇവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ചിറങ്ങുന്നുണ്ടോ. നമ്മൾ ആ ക്ലിഫ് മുഴുവൻ കയറി. ഇതാണ് ഇതിൻ്റെ എൻഡ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇവിടെ ഇത്. ഇതിൽ കയറാം. നമ്മൾ ബസ്സുകാരനോട് ചോദിച്ചപ്പോൾ ബസ്സുകാരൻ താഴത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ കയറി താഴത്തേക്ക് പോവാ. അങ്ങനെ നമുക്ക് ബസ് കിട്ടി, നമ്മൾ ബസ്സിൽ കയറി. ഇതുപോലെ വാട്ടർഫോളാണ് ഉദ്ദേശിച്ചത്. Just as I come round. Place called Castle Archdale, which is outside Enniskillen. അപ്പോൾ പുള്ളി നമ്മളെ ഇവിടെ ഇറക്കി. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇവിടെ ഒരു ലിഫ്റ്റ് കിട്ടി. പുള്ളി ഒന്നും കാശൊന്നും മേടിച്ചില്ല, പുള്ളി ഫ്രീ ആയിട്ട് ഇവിടെ കണ്ടുവിട്ട്. ഈ ഗേറ്റ് ക്ലോസ് ചെയ്തായിരുന്നു. പുള്ളി പോയിട്ട് ഈ ഗേറ്റ് നമ്മൾ ക്ലോസ് ചെയ്യും. നമ്മളിവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. പുള്ളി പോവാം.
നല്ല മനുഷ്യനല്ലേ. അപ്പോൾ നമുക്കിവിടെ ജോലി കിട്ടി. ക്ലോസ് ചെയ്തിട്ടാണ് വീട്ടിൽ പോകുന്നത്. അതെ, ഞങ്ങളിവിടെ അടച്ചിട്ടാ വീട്ടിൽ പോണത്. ഞങ്ങളുടെ പണി കഴിഞ്ഞിട്ടേക്ക്. അതെ, നന്നായിട്ട് അടച്ചോന്ന് നോക്കണം കേട്ടോ, നാളെ തുറക്കണ്ട. സെറ്റല്ലേ? ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. ഇനി നമുക്കൊരു അക്കോമഡേഷൻ കണ്ടുപിടിക്കണം. എവിടെയെങ്കിലും ഒരു B&B സെറ്റ് ചെയ്യണം. പോകുന്ന വഴി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കിയിട്ട് നമുക്ക് അവിടെ ചെന്ന് ബുക്ക് ചെയ്ത് സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ പോകുന്ന വഴി ഞാൻ മാറ്റണത്. അപ്പോൾ ഞാൻ പോകുന്ന വഴി എന്തെങ്കിലും വേറെ കാണാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയും കണ്ടിട്ട് ആ വഴിക്ക് B&Bയിൽ പോകാം. ഇവരിവിടെ ക്ലോസ് ചെയ്ത് ഇതെടുത്ത് മാറ്റിയിട്ട് നോക്കും. ഇതൊരു ടീലിൻ പയർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. നമ്മുടെ ഹൗത്ത് പയർ പോലെ, പയറാണോ പിയറാണോ, ഹൗത്ത് പിയർ പോലെ ഇതും ഒരു ടീലിൻ പിയർ എന്നാണ് ഇതിൻ്റെ പേര്. ഹൗത്ത് പോലെ അത്ര വലുതല്ല. ഇതാണ് പിയറിൻ്റെ എൻഡ്. പിയർ എന്നാണ് പയർ എന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല കേട്ടോ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. എന്തായാലും അതിൻ്റെ എൻഡാണിത്. ഇപ്പോൾ നമ്മൾ വന്ന ഈ വഴി ഇങ്ങനെ വന്ന് ഇവിടെ എൻഡ് ചെയ്യും. നമ്മൾ നേരത്തെ കാണാതെ പോയ വാട്ടർഫോളില്ലേ, ലാർഗി വാട്ടർഫോൾ, അത് കാണാൻ വേണ്ടി നമ്മൾ വീണ്ടും തിരിച്ചു വന്നു. നമ്മളിവിടെ ചെന്നാൽ നമ്മൾ ഗേറ്റ് അടയ്ക്കുക, എല്ലാം നമ്മൾ സ്വന്തം സ്ഥലം പോലെ. അപ്പോൾ ആ വാട്ടർഫോൾ കാണാൻ വേണ്ടി നമ്മൾ തിരിച്ച് വീണ്ടും വന്നിരിക്കുന്നത്. ഒന്നുമില്ല, ചെറിയൊരു വാട്ടർഫോളാണ്. പക്ഷേ ഇത് ഇവിടുത്തെ ഒരു സീക്രട്ട്, ഒരു ഹിഡൻ ജെം എന്നൊക്കെ പറയത്തില്ല, അതുപോലത്തെ ഒരു സ്ഥലമാണ്. ഈ ഹിഡൻ ജെം കണ്ടുപിടിച്ച സോണിച്ചേട്ടനാണ്. ഇവിടെ എവിടെ നോക്കിയാലും നടപ്പാണ് മെയിൻ. നടന്ന് 10 മിനിറ്റായിട്ട് നടക്കുക. ഇവിടെ ചെറിയൊരു ബീച്ച് പോലെയാണ്. വാട്ടർഫോൾ എവിടെയാണെന്നായിട്ട് അറിയത്തില്ല, അവിടെ ആയിട്ടാണ് തോന്നുന്നു. അതിൻ്റെ പുതുക്കെ അങ്ങോട്ട് ഇറങ്ങി നോക്കാം. ഇപ്പോൾ ഹൈ ടൈഡാണ്. അവിടെയാണ് സ്ഥലം. പക്ഷെ അവിടെ വെള്ളം കയറിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഫ്രണ്ട്സ്, നമ്മളിന്ന് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകണം. ഇതൊരു B&B ആണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് ഇതൊരു ഹൗസ് പോലെയാണ്. ഇവിടെ നമുക്ക് 2 റൂം എടുത്തിട്ടുണ്ട്. ഇതൊരു സിറ്റിംഗ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് TV ഉണ്ട്, ഒരു ലിവിങ് റൂം. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരു ഡൈനിങ് ഹാളാണ്. ഇത് ചെറിയൊരു ഡൈനിങ് ഹാൾ. ഇവിടെ ഡൈനിങ് ടേബിളും ഒരു 6 ചെയറും ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ടേബിളും ഉണ്ട്. കിച്ചൺ ഡിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ കിച്ചണുണ്ട്. ചെറിയതല്ല, അത്യാവശ്യം വലുതാണ്. ഒരു മൈക്രോവേവ്, ബ്രെഡ് ടോസ്റ്റർ, കുക്കിംഗ് ഹോബ്, പിന്നെ ഓവൻ ഉണ്ട്. അങ്ങോട്ട് പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വർക്കിംഗ് പ്ലേസ്. ഫ്രിഡ്ജിലൊന്നുമില്ല. ഫ്രിഡ്ജ് കാര്യം എന്തെങ്കിലും വേണം നമ്മൾ തന്നെ മേടിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉള്ളത്. ഇതൊക്കെ സ്റ്റോറേജാണ്. പിന്നെ റൂം ഞാൻ കാണിച്ചു തരാം. സോണിച്ചേട്ടന് പ്രായമായി. എന്നാ കുതിരയുടെ തലയോ? കുതിരയുടെ തല. നമുക്ക് നമ്മുടെ റൂം വരുന്ന മേളത്തെ ഫ്ലോറിലാണ്. ഇതൊക്കെ എന്താ സംഭവം? ഇതൊക്കെ നമ്മുടെ സ്റ്റോറേജാണ്. ഇങ്ങോട്ട് വേറെ റൂമുകളുണ്ട്. ഇതൊരു ഷെയർഡ് ടോയ്ലറ്റാണ്. നമ്മുടെ 2 റൂമിൻ്റെയും കൂടെ ടോയ്ലറ്റ് ഇങ്ങനെയാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റ്. പിന്നെ ഇത് രണ്ടും നമുക്ക് തന്നിരിക്കുന്ന റൂം 3A 4A. അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു
ഒരു ബെഡ്റൂമാണിത്. ഒരു ഡബിൾ ബെഡ്. ഇതുപോലെ തന്നെ അപ്പുറത്തും സെയിമാണ്. ഒരു ചെറിയൊരു വാർഡ്രോബ്, ചെറിയൊരു സൈഡ് ടേബിള്, ലാമ്പ്, ചെയറ്. അപ്പുറത്തേക്ക് വരുമ്പോഴും സെയിം തന്നെ. ഇവിടെയും സെയിം. ഒരു ഡബിൾ ബെഡ്, 2 ടേബിള്, ഒരു സ്റ്റോറേജ് സ്പേസ്, ഹീറ്ററും കാര്യങ്ങളൊക്കെയാണ്. കൊള്ളാം. ഒരാൾക്ക് പെർ ഹെഡ് 40 യൂറോ വെച്ചിട്ടാണ് ഇവർ മേടിക്കുന്നത്. ഒരു റൂമിനല്ല, പെർ ഹെഡ് 40 യൂറോ. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ചീപ്പാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് അല്ല. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എക്സ്ട്രാ പേ ചെയ്യണം. നമ്മളിവിടെ ഡിന്നർ മേടിക്കാൻ വേണ്ടി ഇവിടെ അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഫുഡ് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. നമ്മൾ ഓർഡർ ചെയ്തു, അവിടെ വെയിറ്റ് ചെയ്യണം. ഇവിടെ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ മെനു. നമ്മുടെ ഫുഡ് കിട്ടിയിരിക്കുകയാണ്. നമ്മളിനി ഫുഡ് വീട്ടിൽ കൊണ്ടുപോയി, അല്ല നമ്മുടെ റൂമിൽ കൊണ്ടുപോയി ഫുഡ് കഴിക്കാം. വയറ് നന്നായിട്ട് കത്തുന്നുണ്ട്, വിശന്ന് മിണ്ടാറടങ്ങിയിരിക്കുക. നമ്മുടെ ബിയാൻബിയിൽ വന്ന് നമ്മൾ ഫുഡൊക്കെ എടുക്കും. ഇത് എന്തായിരുന്നു? ലാംബ് ആചാരി. ഇത് ചിക്കൻ ബാൾട്ടി, ഇത് ചിക്കൻ ബാൾട്ടി, ഇത് ലാംബ് ആചാരി. പിന്നെ നമ്മൾ കുറച്ച് ബട്ടർ നാനും മേടിച്ചു. അവിടെ നിന്നൊരു ഡിസ്പോസിബിൾ ബോക്സും പ്ലേറ്റോ അത് മേടിച്ചു. കുഴപ്പമില്ല അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ഡേ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.